കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ സ്ഥാനാർത്ഥിയാകാൻ 3 പേർ. ഫ്രാൻസിസ് ജോർജ്, പി.സി. തോമസ് എന്നിവരെ കൂടാതെ കെ.എം. മാണിയുടെ മരുമകൻ എം.പി. ജോസഫും സാധ്യതാ പട്ടികയിലുണ്ട്. അതേസമയം കോട്ടയത്ത് ശക്തനായ സ്ഥാനാർത്ഥി തന്നെ വേണം എന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. കോട്ടയം സീറ്റ് വേണമെന്ന് UDFിൽ ആവശ്യപ്പെട്ടതിന് പിന്നാലെ തന്നെ സ്ഥാനാർത്ഥി ചർച്ചകളും കേരള കോൺഗ്രസിൽ തുടങ്ങി. പാർട്ടി ചെയർമാൻ P.J. ജോസഫ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ ചർച്ചയായെങ്കിലും ഇപ്പോൾ 3 പേരിലേക്കാണ് ചർച്ചകൾ എത്തി നിൽക്കുന്നത്. സാധ്യതാ പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഫ്രാൻസിസ് ജോർജാണ്. ഇതിനോടകം മണ്ഡലത്തിലും ഫ്രാൻസിസ് ജോർജ് സജീവമാണ്. എന്നാൽ P.C. തോമസും മത്സരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് P.C. തോമസ് പരസ്യമായി വ്യക്തമാക്കുകയും ചെയ്തു. മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനും കെ.എം. മാണിയുടെ മരുമകനുമായ എം.പി. ജോസഫും സാധ്യതാ പട്ടികയിലുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃക്കരിപ്പൂരിൽ UDF സ്ഥാനാർത്ഥിയായിരുന്നു എം.പി. ജോസഫ്. മോൻസ് ജോസഫിന് വേണ്ടി ഒരു വിഭാഗം ആവശ്യമുന്നയിക്കുന്നുണ്ടെങ്കിലും സ്ഥാനാർത്ഥിയാകാൻ മോൻസ് ജോസഫിന് താൽപര്യമില്ലെന്നാണ് വിവരം. മോൻസ് ജോസഫോ ഫ്രാൻസിസ് ജോർജോ തന്നെ മത്സരിക്കണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. ശക്തനായ സ്ഥാനാർത്ഥി വന്നാൽ മണ്ഡലം പിടിക്കാനാകുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. അടുത്ത ദിവസം കോട്ടയത്ത് ചേരുന്ന കേരള കോൺഗ്രസ് നേതൃയോഗത്തിൽ ആരാകണം സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ടാകും. UDFിൽ നിന്ന് സീറ്റ് ലഭിച്ചാലുടൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. പിന്നീട് ശക്തമായ പ്രചരണം നടത്താനാണ് കേരള കോൺഗ്രസിന്റെ തീരുമാനം. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ, 24.